ഇന്ത്യൻ വീടുകളിലെ സ്വർണ്ണശേഖരത്തിന്റെ മൂല്യം 445 ലക്ഷം കോടി രൂപയായെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് ഇന്ത്യൻ വീടുകളിലെ സ്വർണ്ണശേഖരത്തിന്റെ മൂല്യം ഏകദേശം ഇരട്ടിയായി വർദ്ധിച്ചിട്ടുണ്ട്. സ്വർണ്ണത്തിന് വില കുതിച്ചുയരുമ്പോഴാണ് ഈ വളർച്ചയെന്നത് ശ്രദ്ധേയമാണ്. സ്വർണമെന്ന ലോഹത്തോട് ഇന്ത്യക്കാർക്കുള്ള പ്രിയം ലോകപ്രസിദ്ധമാണ്. എന്നാൽ ഈ സമ്പാദ്യം ഇപ്പോൾ രാജ്യത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയെപ്പോലും അതിശയിപ്പിക്കുന്ന വളർച്ച കൈവരിച്ചിരിക്കുന്നുവെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ഏറ്റവും പുതിയ പഠനങ്ങൾ പ്രകാരം ഇന്ത്യൻ വീടുകളിലെ സ്വർണ്ണശേഖരത്തിന്റെ മൂല്യം 445 ലക്ഷം കോടി രൂപയായിരിക്കുകയാണ്. കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് ഇന്ത്യൻ വീടുകളിലെ സ്വർണ്ണശേഖരത്തിന്റെ മൂല്യം ഏകദേശം ഇരട്ടിയായി വർദ്ധിച്ചുവെന്നാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. 2025 മാർച്ചിൽ 263 ലക്ഷം കോടിയായിരുന്നത് 2026 ജനുവരി ആയപ്പോഴേക്കും 445 ലക്ഷം കോടിയായി ഉയർന്നു. ഇത് കുടുംബങ്ങളുടെ ആകെ ബാങ്ക് നിക്ഷേപങ്ങളുടെയും ഓഹരി സമ്പാദ്യത്തിന്റെയും മൊത്തം മൂല്യത്തിന്റെ 175% വരും. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമെന്നത് ഇന്ത്യയിലെ ആകെ സ്വർണ്ണശേഖരത്തിന്റെ 70% കൈവശം വെച്ചിരിക്കുന്നത് പ്രതിവർഷം 5 ലക്ഷം രൂപയിൽ താഴെ വരുമാനമുള്ള കുടുംബങ്ങളാണെന്നതാണ്. കേവലം സ്വർണ്ണവില വർദ്ധിച്ചതുകൊണ്ട് മാത്രം ഇത്തരം സാധാരണ കുടുംബങ്ങൾ ചെലവഴിക്കൽ രീതിയിലോ സമ്പാദ്യശീലത്തിലോ മാറ്റം വരുത്താൻ സാധ്യതയില്ലെന്ന് ഇതോടെ വിദഗ്ധരും പറയുന്നു. 2019 മാർച്ചിൽ 109 ലക്ഷം കോടി രൂപയായിരുന്ന സ്വർണ്ണശേഖരത്തിന്റെ മൂല്യമാണ് വെറും 5 വർഷത്തിനിപ്പുറം 445 ലക്ഷം കോടി രൂപയായി വർദ്ധിച്ചത്. സ്വർണ്ണവിലയിലുണ്ടായ കുതിച്ചുചാട്ടമാണ് ഈ മൂല്യവർദ്ധനവിനുള്ള പ്രധാന കാരണം. ജനുവരി വരെയുള്ള കണക്കുകൾ പ്രകാരം ഇന്ത്യയുടെ ആകെ ഓഹരി വിപണി മൂല്യത്തിന് തൊട്ടടുത്താണ് ഈ സ്വർണ്ണ സമ്പാദ്യത്തിന്റെ സ്ഥാനം. 460 ലക്ഷം കോടിക്കടുത്താണ് ഇന്ത്യൻ ഓഹരി വിപണിയുടെ വിപണി മൂല്യം. ഇന്ത്യക്കാർ ബാങ്ക് നിക്ഷേപങ്ങൾക്കും ഓഹരികൾക്കും നൽകുന്നതിനേക്കാൾ മുൻഗണന സ്വർണ്ണത്തിന് നൽകുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. വീടുകളുടെ വസ്തുവകകൾ ഒഴികെയുള്ള ആകെ സമ്പാദ്യത്തിന്റെ 65% സ്വർണ്ണ രൂപത്തിലാണ്. ഇതോടെ ഇന്ത്യക്കാർ സ്വർണം വാങ്ങിക്കൂട്ടുന്നത് രാജ്യത്തിന്റെ വിദേശ നാണ്യ കരുതൽ ശേഖരത്തെ ബാധിക്കുന്നതിനിടെയുണ്ടെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. ഇന്ത്യയിലേക്ക് സ്വർണം വൻതോതിൽ ഇറക്കുമതി ചെയ്യുന്നതിലൂടെ വിദേശ നാണ്യം പുറത്തേക്ക് ഒഴുകുന്നത് സമ്പാദ്യ വ്യവസ്ഥയ്ക്ക് വെല്ലുവിളിയാണ്. കൂടാതെ പണം ബാങ്ക് നിക്ഷേപങ്ങളിൽ എത്തുന്നതിനു പകരം ചലനമില്ലാത്ത ഭൗതിക ആസ്തിയായി മാറുന്നത് പണലഭ്യത കുറയ്ക്കാനും കാരണമാകുന്നു. ഇന്ത്യൻ വീടുകളിലെ 80% സ്വർണവും ആഭരണങ്ങളായാണ് സൂക്ഷിച്ചിരിക്കുന്നത്. സാമ്പത്തികമായി ഇതൊരു സുരക്ഷിത നിക്ഷേപമാണെങ്കിലും വിപണിയിൽ ഉൽപാദനപരമായ കാര്യങ്ങൾക്ക് ഈ മൂല്യം ഉപയോഗിക്കപ്പെടുന്നില്ല എന്നതും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. ബിസിനസ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.